നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജേഷ് ജി, നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ള ഒരു ചൊല്ല്, ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ചോരയുടെ ചുവപ്പാണ്, അതുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഈ കൊതുകും ചോരയും ചുവപ്പും അല്ല സാറില്ല, പക്ഷെ അതൊക്കെ കടന്നു വരും. ഗുരുതരമായൊരു അതെ, വിഷയം. അതായത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും, നമ്മൾ കഴിഞ്ഞ ദിവസം മനോരമയുടെ മാതൃഭൂമിയുടെ ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചു. അതെ, കറുത്ത മോദി, അതുപോലെ തന്നെ ഈ നമ്മുടെ പല ഇതും റിപ്പോർട്ട് ചെയ്യുന്നത് നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് മാത്രം മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ, ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വളരെ മിടുക്കൻ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ ഈ കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്, അതായത് ഒരു രാജ്യത്തെ പൗരന്മാർക്ക് 100 ദിവസത്തെ തൊഴിലെങ്കിലും കൊടുക്കണം. ശരിക്കും ഞാൻ ആ പദ്ധതിയുടെ പേരൊന്ന് വായിക്കാം. ദി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. അതിപ്പോ മാറ്റിയോ? പറഞ്ഞ മാറ്റുന്നതിന് മുമ്പ് ശരിക്കും ഈ പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധിയുടെ പേരിലായിരുന്നു ആ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെട്ടത്. നമ്മുടെ വായിക്കൊള്ളത്തില്ല. അതെ, അത് അന്ന് UPA സർക്കാരാണ് കൊണ്ടുവന്നത്, ഒന്നാം UPA സർക്കാരാണ് കൊണ്ടുവന്നത്. അപ്പൊ അതന്ന് 2009 കോൺഗ്രസിന് 200ഓളം സീറ്റുകൾ നേടാൻ കഴിഞ്ഞതിന്റെ കാരണം തന്നെ അതാണ് എന്ന് പിന്നീട് LK അദ്വാനി ചൂണ്ടിക്കാണിച്ചു. മൻമോഹൻ സിംഗിന്റെ ബുദ്ധിയിൽ ഉദിച്ച പദ്ധതി. അറിയപ്പെട്ടിരുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പിന്നെ മഹാത്മാഗാന്ധിയുടെ പേരിലാണ് അത് കൊണ്ടുവന്നത് എന്നൊക്കെയുള്ളൂ. കാരണം ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ കാഴ്ചപ്പാടുകൾ അവിടെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്, ആ പദ്ധതിയിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. ഇരിക്കട്ടെ, ഇപ്പൊ ഈ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വന്ന് 12 വർഷമാകുന്നു. ഇതിനിടയ്ക്ക് പലതവണ ഈ തൊഴിലുറപ്പ് വേതനം കൂട്ടുകയും ഒക്കെ ചെയ്തു. ഇപ്പൊ അവരതൊരു പുതിയ പരിഷ്കാരങ്ങൾക്ക് വിധേയമാക്കിയപ്പോ ആ പദ്ധതിയുടെ പേര് VB ഗ്രാം യോജന, അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകും. അതിന്റെ ഒരു വികസിത രൂപമാണ് രാജേഷ്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവനും അത് റിപ്പോർട്ട് ചെയ്ത് VBG റാംജി. ഇതാണ് നമ്മുടെ പ്രമുഖ ദിനപത്രം എന്ന് ചെയ്തതാണ്. നോക്ക്, അതെ അതെ, VBG റാംജി, ഉടൻ കൂലി കൂട്ടും. VBG റാംജി, VB-ഗ്രാംജി എന്നാണ്. GRAM ഗ്രാമിന്റെ ജിയെ ആ ഗ്രാമിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് റാമാക്കി. അപ്പൊ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയിട്ട് അതിന് വരുന്നത് വികസിത് ഭാരതാണ് VB. പിന്നെ ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷനിലെ GRAM-G, അതായത് ഗ്രാമീൺ, ഗ്രാമങ്ങൾക്ക് വേണ്ടി. അപ്പൊ അത് എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഈ VB കഴിഞ്ഞിട്ട് ഈ ഗ്രാമിൽ നിന്ന് ജിയെ അടർത്ത് മാറ്റിയിട്ട് സ്വതന്ത്രമാക്കി നിർത്തിക്കൊണ്ട് ഈ VBG റാംജി. ഒരു പത്രത്തിന്റെ, മാതൃഭൂമി പത്രത്തിന്റെ തലക്കെട്ട് പോലും അങ്ങനെയാണ്. അതെ, അല്ല, അതിനകത്തൊരു ഗൂഢ ലക്ഷ്യമുണ്ട്. അതായത് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു പദ്ധതിയെ കേന്ദ്ര സർക്കാർ മാറ്റിമറിച്ച് ഗാന്ധിയുടെ പേര് വെട്ടിയിട്ട് അവിടെ രാമന്റെ പേര് കൊണ്ടുവന്നു എന്നതായിരുന്നു നരേറ്റീവ്. നോക്കൂ, എത്ര മനോഹരമായിട്ട് ആടിനെ പട്ടിയാക്കി. അതും മാതൃഭൂമി. കേരളത്തിലെ എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും ഇങ്ങനെയാണ്. എന്നിട്ട് അത് ചർച്ച പോലും ചെയ്തു. ഇത് സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് എന്നെ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം എനിക്ക് ഈ പോസ്റ്റ് അയച്ചു തന്നിട്ട്, സത്യത്തിൽ ഈ പദ്ധതിയുടെ പേര് ഇതല്ലേ, എന്തിനാണ് ഇതിനകത്ത് രാമനെ വലിച്ചഴിച്ചു കൊണ്ടുവരുന്നത്? കേന്ദ്ര സർക്കാർ രാമന്റെ കാര്യമേ അവിടെ മിണ്ടിയിട്ടില്ലല്ലോ, രാമനുമായി ബന്ധപ്പെട്ട ഒന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. സത്യത്തിൽ അത് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം
ഞാൻ അത്രയ്ക്ക് ഒരു ജേർണലിസ്റ്റ് ആയ ഞാൻ പോലും അത്രയ്ക്ക് ആലോചിച്ചില്ല. അത് എന്റെ പിഴവാണ്, അത് എന്റെ കുറ്റമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ മാധ്യമ പ്രവർത്തകർ എത്ര വലിയ തെറ്റായ വ്യാജമായ ഒരു കാര്യമാണ് പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് അതിന്റെ പുറത്ത് ചർച്ച. നമുക്കൊരു ആശ്വാസത്തിനായി പറയാം, ഒരു സിനിമ റൈറ്റർ എഴുതിയ തലക്കെട്ടാണ്. അപ്പൊ റാംജിറാവ് സ്പീക്കിങ്ങിന്റെ ആ ഓർമ്മയിൽ റാംജി എന്നപ്പോൾ റാംജി, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി ന്യായീകരിക്കാം, അഞ്ചരക്കണ്ടി നിതിൻ രാജിന്റെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്ത ആൾ ആ പ്രൊഫസറുടെ പേരും അപ്പൊ ആ റാം എടുത്ത് ഇവിടെ പ്രയോഗിച്ചു, അങ്ങനെ ന്യായീകരിക്കാം. ഞാൻ പറയുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് ഈ രാമനോട് ഇത്ര വിരോധം? ആരാണ് ഈ വിരോധം അവരിൽ ഉണ്ടാക്കിയത്? ഇത് വളരെ കൃത്യമായിട്ട് ഈ ഞങ്ങളുടെയൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ വീട്ടില് പേരിടുമ്പോ മൂത്ത കുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടി ജനിച്ചാൽ പേരിടുന്നത് രാമചന്ദ്രൻ. രാമചന്ദ്രൻ എന്നാണ് പേരിടുക ആദ്യത്തെ കുട്ടി. അപ്പൊ അത് ആ ശ്രീരാമനോടുള്ള ഭക്തിയും വിശ്വാസവും ആ പാരമ്പര്യവും ആ സംസ്കാരവും ഒക്കെ ഇഴുകിച്ചേർന്നിട്ടാണ് അങ്ങനെ ഒരു പേരിടുന്നത്. അപ്പൊ ഇവിടെ കേരളത്തിൽ ഈ രാമൻ എന്തോ അസ്പൃശ്യമായ ഒന്നാണ് എന്ന് വരുത്തി തീർക്കാൻ ആരോ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർത്തിരിക്കുന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത്. ഇതിൽ നിന്ന് ഈ ഇല്ലാത്ത ഒരു രാമനെ ഈ പദ്ധതിയുടെ പേരിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് വലിച്ചഴിച്ചുകൊണ്ട് ഇത് കൃത്യമായ നരേറ്റീവാണ്. ഇതിന്റെ പുറകിൽ സംശയിക്കേണ്ട, രാജേഷ് ജി തുടക്കത്തിൽ പറഞ്ഞ ചുവപ്പ് ചോര കുടിക്കുന്ന ചോരക്കുതിയന്മാരായ ആൾക്കാരാണ്, ഇടത് ജിഹാദികളാണ് ഇതിന്റെ പുറകെ. മാധ്യമ മേഖലയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഇടത് ജിഹാദികളാണ് ഇങ്ങനെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദേശാഭിമാനി പോലുമല്ലേ വന്നിരിക്കുന്നത്. പണ്ട് ഹോട്ട് ഡോഗിനെ പട്ടിയിറച്ചി തർജ്ജമ ചെയ്ത കക്ഷികളാണ്. പക്ഷെ അവർ പ്രൈമാ ഫേസി എന്നുള്ള വാക്ക് ഞാൻ കേട്ട മാധ്യമത്തിന്റെ പേരൂടെ പറയും, ഞെട്ടിപ്പോ. ഏഷ്യാനെറ്റ് ന്യൂസിലാണ് പ്രൈമാ ഫേസി എന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. എനിക്ക് സത്യത്തിൽ ഞാൻ അത്ര വലിയ മഹാപണ്ഡിതനൊന്നുമല്ല, പക്ഷെ പ്രൈമാ ഫേസി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ കുറ്റകൃത്യത്തിന് തെളിവുണ്ട് എന്നുള്ള ഒരു കാര്യം അത്യാവശ്യം കോടതി, പോലീസ്, ക്രൈം ന്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാകുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം. കാരണം ജേർണലിസം അല്ല, മറ്റെന്തൊക്കെയോ ഇസമാണ്. അതിനെ ജേർണലിസം എന്നൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല, അത് മറ്റൊരു ഇസമാണ്, അതൊരു ജിഹാദിസമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. വളരെ കൃത്യമായിട്ട് ഭീകര പ്രവർത്തകരുടെ അജണ്ട, അതിന് ഈ ഇടത് എന്താ പറയാ SFI അടവച്ചു വിരിയിച്ച ഇടത് സഖാക്കന്മാർ, കുട്ടി സഖാക്കന്മാർ ഈ ഡെസ്കുകളിലേക്കും റിപ്പോർട്ടിങ്ങിനും ഒക്കെ വന്നപ്പോൾ സംഭവിച്ചതാണ്. അല്ലാതെ വസ്തുതകളായി കണ്ട് വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അല്ല അവർ ശ്രമിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു തെറ്റ് സംഭവിക്കാം, നമുക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലല്ല, ഇത് തെറ്റല്ല, ഗുരുതരമായ തെറ്റെന്നുള്ളതല്ല. നമുക്ക് തെറ്റ് സംഭവിക്കാം, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ എന്താ പറയാ ചിലപ്പോ സമയത്തിന്റെ പരിമിതി കൊണ്ട്, നമ്മുടെ ആവേശം കൊണ്ട് ഒക്കെ പേരുകൾ മാറിപ്പോകാം, വർഷം മാറിപ്പോകാം, പറഞ്ഞ പാർട്ടിയുടെ പേര് മാറിപ്പോകാം, എന്ത് സംഭവിക്കാനാണ്. ഇത് ബോധപൂർവം ചെയ്യുന്നത്. അതെ, ഇത് ബോധപൂർവം ചെയ്യുന്നതാണ്, ഇത് തെറ്റല്ല. നോക്കൂ, VV-G എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു പേരിനെ VB സ്പേസ് വിടുന്നു, G സ്പേസ് വിടുന്നു, രാം, എന്നിട്ട് പറയുന്നു ഇത് ഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിയെ വെട്ടിയിട്ട് അവിടെ രാമനെ തിരികെ കയറ്റിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സമ്പൂർണമായ കാവ്യവൽക്കരണം, ഹിന്ദുത്വവൽക്കരണം, രാമവൽക്കരണം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയോ ഈ പദ്ധതി ആസൂത്രണം ചെയ്തവരോ സ്വപ്നത്തിൽ പോലും അവർ വിചാരിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ കേരളത്തിൽ ആരോ വളരെ കൃത്യമായിട്ട് രാമനെ ശത്രുവാക്കണം, രാമൻ നമ്മുടെ ശത്രുവാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് പിന്നണിയിൽ പ്രവർത്തിക്കുകയാണ്. അതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഈ വാർത്ത വന്ന ഒരു ഖേദകരമായ കാര്യം, ആ വാർത്ത കൊടുത്ത ഡെസ്കിലെ ആ വാർത്ത കൊടുത്ത ആ ലേഖകൻ ഒന്ന് തിരുത്താനോ, അല്ലെങ്കിൽ ആ സബ് എഡിറ്റർ തിരുത്താനോ, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഞാൻ പത്രം നോക്കി, ഒരു
ഇത് സംഭവിച്ചിട്ട് കുറെ ദിവസങ്ങളായി. ഒരു ഖേദപ്രകടനം പോലും ഉണ്ടായില്ല. അങ്ങനെ ഒരു ഖേദപ്രകടനം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരത് ബോധപൂർവം മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇവിടെ വളരെ കൃത്യമായിട്ട് രാമൻ വെറുക്കപ്പെടേണ്ടതാണ്, രാമനെ അകറ്റി നിർത്തേണ്ടതാണ്. നോക്കൂ, ഇവിടെ ഈ ഇപ്പൊ ഞാന് ചില യൂട്യൂബിലൊക്കെ കണ്ട കാര്യമാണ്, ഈ RSS മറ്റേ അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭത്തിനിടെ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞു. അപ്പൊ നമ്മുടെ യൂട്യൂബർ ഒക്കെ ആയിട്ടുള്ള ഈ എന്താ പറയാ മറ്റേ സത്യ അന്വേഷി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു നിരീശ്വരവാദിയൊക്കെ ആയിട്ടുള്ള ആളാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ. അപ്പൊ ആരിഫ് ഹുസൈൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങള് പിന്നെ അവിടെ ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ മിനാര് അത് നിർമ്മിച്ചത് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ്. ആ പള്ളിക്ക് അടിയിൽ, ആ ഭൂമിയുടെ അടിയിൽ ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത് കണ്ടെത്തി. അത് ഒരു കൃത്യമായിട്ട് ആർക്കിയോളജിക്കൽ സർവേ, നമ്മുടെ പുരാവസ്തു വകുപ്പ് പരിശോധിച്ച് അതിന്റെ പഴക്കം നിർണയിച്ച് കൃത്യമായിട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കള്ളത്തരമല്ല, അത് ആ റിപ്പോർട്ട്. അപ്പൊ അവര് ചോദിക്കുന്നത്, നിങ്ങളോട് അത് ആര് പറഞ്ഞു? അതെല്ലാം നരേന്ദ്രമോദിയും കൂട്ടരും വ്യാജമായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. 1991 എത്രയോ കാലം മുമ്പേ, അതായത് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പേ 1800-കളിൽ ഇത് സംബന്ധിച്ച സിവിൽ കേസ് കോടതികളിൽ നടന്നതിന്റെ രേഖകൾ ഇപ്പോഴും ഉണ്ട്. രേഖകൾ കള്ളപ്പറയില്ല. പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ ബാബറി മസ്ജിദ് തകർത്തത് ഹിന്ദുക്കളാണ്, ബാബറി മസ്ജിദ് തകർത്തത് പിന്നെ രാമന് വേണ്ടിയിട്ടാണ്. ഈ രാമന്റെ ക്ഷേത്രം തകർത്തതിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. രാമൻ ഏതോ വഴിയെ പോലെ വേലി കിടന്ന ഒരു സാധനം എന്ന മട്ടിലാണ്. അപ്പൊ പ്രാചീനമായിട്ട് ഇനിയിപ്പോ നമ്മൾ പറയട്ടെ, ഏതെങ്കിലും ഒരു പള്ളി തകർത്താണ് ഒരു ക്ഷേത്രം നിർമ്മിച്ചതെങ്കിൽ അതിന്റെ ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, അതിന്റെ അടിയിൽ നിന്ന് പള്ളിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചാൽ ന്യായമാരുടെ ഭാഗത്താണ്, പള്ളിക്കാരുടെ ഭാഗത്ത് അല്ലെ? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും കേരളത്തിലെ ജനങ്ങളെ, സാധാരണക്കാരെ അനുവദിക്കാതെ ഇത്തരത്തിലുള്ള നെറേറ്റീവുകൾ അല്ല ഇതൊന്നും കാണുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫസ്റ്റില് ആദ്യം വരുന്ന വാർത്ത തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി എന്നുള്ളതല്ല, ഗാന്ധിയെ വെട്ടി രാമനെ കയറ്റി. ഇതാണ് നെറേറ്റീവ്. അപ്പൊ ഗാന്ധിയെ വെട്ടിയിട്ട്, ഗാന്ധി ആരാ? ഗാന്ധി സർവ മത മൈത്രിക്ക് വേണ്ടി നിലകൊണ്ടയാൾ, ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി നിലകൊണ്ടയാൾ. നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഗാന്ധി കാണിച്ച അബദ്ധം എന്താണ്? പണ്ടൊക്കെ ഇതേ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വിളിച്ചിരുന്ന മുദ്രാവാക്യം എന്താണെന്ന് അതും കൂടി ഞാൻ പറയാം. ഗാന്ധി ഇന്ത്യയെ എന്താക്കി? മാന്തി പുണ്ണാക്കി. കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചിരുന്ന മുദ്രാവാക്യമോ? ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരൻ ഗാന്ധിയാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ, പഴയ മാർക്സിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ ഇവിടെ നിരന്തരം പ്രചരിപ്പിച്ചിരുന്നത്. അതല്ല, അവര് പ്രചരിപ്പിച്ചത് കൊണ്ട് അത് കള്ളമല്ല, അത് കള്ളമാകില്ല. സത്യത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോയാൽ ഗാന്ധിയുടെ പങ്ക് നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അത്ര ആഴത്തിൽ ഇപ്പൊ പോകുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി സൃഷ്ടിക്കുക, ഗാന്ധിയെ വെട്ടി രാമനെ കയറ്റി. ഇത് കേരളത്തിലെ നമ്മുടെ പുതിയ തലമുറ, ഇപ്പം നമുക്കറിയാം, എല്ലാ വർഷവും ജേർണലിസം ക്ലാസ്സുകളിൽ പഠിക്കാൻ ഒരുപാട് കുട്ടികൾ വരുന്നു. ഇവരെല്ലാരും കൂടെ പഠിച്ച് പത്രങ്ങളല്ല ഏതാണ്ട് കൂട്ടി തുടങ്ങും. മാതൃഭൂമിയും മനോരമയും ഒക്കെ ലക്ഷങ്ങൾ ഉണ്ടായിരുന്ന സർക്കുലേഷൻ ഇപ്പൊ ആയിരങ്ങളായിട്ട് അല്ല, ഈ പത്രം ഇറക്കുന്ന സബ് എഡിറ്റർ, അവിടെ ജോലി ചെയ്യുന്ന, ഡെസ്കിൽ ജോലി ചെയ്യുന്ന സബ് എഡിറ്റർമാര് തന്നെ അയാൾക്ക് ചുമതലയുള്ള പേജിലെ വാർത്തകളല്ലാതെ മറ്റു പേജിലെ വാർത്തകൾ വായിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൂപ്പുകൈ നൽകാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. കാരണം അത്രത്തോളം നമ്മുടെ ഈ പത്രവായന ചുരുങ്ങിപ്പോയി. എത്രയോ കുട്ടികളെ ചാനലിലൊക്കെ വരുമ്പോൾ അവിടെ ഇന്റർവ്യൂ പഠിച്ചിറങ്ങുന്നവര് പത്രം വായിക്കാറുണ്ടോ? ഇല്ല. എന്താ, അത് ഹോസ്റ്റലാണ് താമസം, അല്ലെങ്കിൽ രാവിലെ പത്രം വായിക്കുന്ന ശീലമില്ല. അപ്പൊ ചോദിക്കാറുണ്ട്, ഇത് പത്രം വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിവരം എങ്ങനെ കിട്ടും? അല്ല, അത് പിന്നീട് യൂട്യൂബ്, സോഷ്യൽ മീഡിയ, അതിനകത്തൊക്കെ വരുന്ന ഞാൻ അതാണ് പറഞ്ഞത്. ആ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ വന്നതാണ് BBG റാം.
എത്ര മനോഹരമായ ഒരു ആഖ്യാനം. അപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ ഈ സബ് എഡിറ്റർ വാർത്ത ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വന്ന ഈ ഒരു വിമർശനം എടുത്ത് വെച്ചിട്ടില്ല. ഏതോ സോഷ്യൽ മീഡിയക്കാരൻ കൊടുത്ത ഒരു സാധനത്തിനെ എടുത്ത് നേരെ പത്രത്തിൽ വെച്ച് കയറ്റി വിട്ടു. അതാണ് സത്യം. ചോദിക്കാനും ആരുമില്ല, പറയാനും ആരുമില്ല, ഉത്തരവാദികളില്ല. ഇവിടെ പത്രം എല്ലാ ലെവലിൽ നിന്നും ഇങ്ങനെ രാജേഷ് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം വളരെ കൃത്യമാണ്. നോക്കൂ, ഗാന്ധിയെ വെട്ടി രാമനെ കയറ്റി. ഗാന്ധി ആരെയാണ് ആരാധിച്ചത്? ഗാന്ധിയുടെ മാതൃകാ പുരുഷൻ. അവസാനം പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? അതെ, അത് ഈ അവസാനം പറഞ്ഞു എന്ന് ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതിന് ആധികാരികമായ തെളിവൊന്നുമില്ല. കാരണം ഗാന്ധിയുമായിട്ട് അത്ര അടുത്ത് ബന്ധപ്പെട്ട ചില ആൾക്കാർ, അതായത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ വളരെ പ്രായം ചെന്നിട്ടാണ് മരിച്ചത്. അദ്ദേഹം നമ്മുടെ കർണാടകക്കാരനാണ്, ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് സുധാകർ ചതുർവേദി, അദ്ദേഹത്തെ ഞാൻ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചു. അദ്ദേഹം ഈ ഹേ റാം എന്ന് ഗാന്ധി വിളിച്ചതായിട്ട് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ഈ സമയത്ത് അവിടെ ഉണ്ട്, ബിർള ഹൗസിൽ ഉണ്ട് അദ്ദേഹം. അതിനു മുമ്പ് ജിന്നയും ഗാന്ധിയുമായിട്ട് ചർച്ച നടക്കുമ്പോഴല്ലേ ഇദ്ദേഹം സന്നിഹിതനാണ്. ഇദ്ദേഹം ഒരു ഈ ആര്യസമാജ പ്രവർത്തകനായിരുന്നു, ഈ പണ്ഡിറ്റ് സുധാകർ ചതുർവേദി. അദ്ദേഹം ഒരു വേദപണ്ഡിതനാണ്. അദ്ദേഹം വാസ്തവത്തിൽ സ്വാമി ശ്രദ്ധാനന്ദൻ ആണ് ഇദ്ദേഹത്തെ ഗാന്ധിയോടൊപ്പം ചേർക്കുന്നത്. ഗാന്ധിയുടെ കൂടെ, ഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേശകനായി ഗാന്ധിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അദ്ദേഹത്തിന് സഹായിയായിട്ടും ഒക്കെ ഇദ്ദേഹത്തെ നിയോഗിക്കുന്നത് സ്വാമി ശ്രദ്ധാനന്ദനാണ്. ശ്രദ്ധാനന്ദൻ അറിയാലോ, ഒരു കൂട്ടം സായിപ്പന്മാരുടെ കയ്യിലിരുന്ന കോൺഗ്രസിനെ അവിടെ നിന്ന് വലിച്ചെടുത്ത് ഒരു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമായിട്ട്, ഭാരതത്തിന്റെ ദേശീയ പ്രസ്ഥാനമായിട്ട് മാറ്റുന്നത് അദ്ദേഹവും ലാലാ ലജ്പത് റായിയും കൂടെ ചേർന്നാണ്. ഈ നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചോര ചീന്തിയവർ എത്രയോ പേരുണ്ട്. സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, രാമപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുള്ള ഖാൻ, പിന്നെ അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ്, ചെമ്പകരാമൻ പിള്ള, മലയാളിയായ ചെമ്പകരാമൻ പിള്ള, പഴശ്ശിരാജ, വേലുത്തമ്പിതള, എത്രയോ പേര് സ്വന്തം ജീവൻ കൊടുത്ത് നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ചു അല്ലെ. ഈ ലാലാ ലജ്പത് റായ് പോലീസുകാര് ലാത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ വാരിയലിന് മാരകമായി പ്രഹരമേൽപ്പിച്ച് അദ്ദേഹം ആ പ്രഹരമേറ്റ് ശ്വാസകോശം മുറിഞ്ഞ്, സത്യം പറഞ്ഞാൽ അതൊരു കൊലപാതകം. അദ്ദേഹത്തെ ആ രീതിയിൽ മൃഗീയമായി മർദ്ദിച്ച പോലീസ് ഇൻസ്പെക്ടറെ ഭഗത് സിംഗ് വെടിവെച്ചു കൊല്ലുകയായിരുന്നു. പിന്നീട് ഇൻസ്പെക്ടർ വെടിവെച്ചു കൊല്ലുകയായിരുന്നു, ബ്രിട്ടീഷുകാരനായിരുന്നു. അപ്പൊ അതുപോലെ ജാലിയൻ വാലാബാഗ് സംഭവം, അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ, അത് നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ ഈ സുധാകർ ചതുർവേദി. സ്വാമി ശ്രദ്ധാനന്ദൻ പറഞ്ഞിട്ട് അദ്ദേഹം പറയണം, വെടിവെച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അന്തരീക്ഷം മുഴുവനും ചോരയുടെ മണം ഇങ്ങനെ വ്യാപിച്ചിട്ട് അവിടെ ഛർദ്ദിക്കുകയായിരുന്നു. അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അത്രയ്ക്ക് ജനങ്ങൾ, ചോര പുഴ ഒഴുകി എന്നാണ് പറയുന്നത്, സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ ഏതാണ്ട് 400-500 പേര് കൊല്ലപ്പെട്ടു. പുള്ളി പറഞ്ഞ 5000-ലധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്ന് അതിന് പ്രതികാരം ചെയ്യാൻ ഉദ്ധം സിംഗ് എന്ന വ്യക്തി, അന്ന് അദ്ദേഹം ഒരു ആര്യസമാജ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇവിടെ പോയി, ലണ്ടനിൽ പോയി നീണ്ട 20 കൊല്ലം താമസിച്ചു. 1941 മറ്റോ ആണ് ഈ വെടിവെപ്പിന് ജനറൽ ഡയറിനെ പ്രേരിപ്പിക്കുകയും എല്ലാ പിന്തുണയും കൊടുക്കുകയും ചെയ്ത കേണൽ ഒഡയർ. ഈ കേണൽ ഒഡയറിനെ ബ്രിട്ടീഷ് പാർലമെന്റ് ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ മുന്നിൽ അന്നേ ദിവസം രാവിലെ ആദരവ് ഏറ്റുവാങ്ങാൻ കാറിൽ വന്ന് ഇറങ്ങിയ ഒഡയറിനെ അവിടെ വെച്ച് വെടിവെച്ച് വന്നത് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ പിന്നീട് അവിടെ തൂക്കിലേറ്റു. പക്ഷെ അങ്ങനത്തെ അത്ര വീരന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്ന ഒരു നാടാണ്. അവരെ ഒന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. നമ്മുടെ കുറഞ്ഞ വർഷം ഈ ജേർണലിസം പഠിക്കാൻ വരുന്നവരെങ്കിലും ഇതൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ, ഒന്ന് വായിച്ചിരുന്നെങ്കിൽ, ഇവരെ ഒരു നിമിഷം ഒന്ന് സ്മരിച്ചിരുന്നെങ്കിൽ, അവരുടെ ജീവന്റെ വിലയാണെന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അല്ലാതെ അഹിംസ പൊളിഞ്ഞു പോയ ക്വിറ്റ് ഇന്ത്യ സമരവും ഈ പറയുന്ന ഉപ്പു സത്യാഗ്രഹവും ഒന്നുമല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ആ സമരത്തിനൊക്കെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് വലിയ പ്രാധാന്യമുണ്ട്, അതൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സുഭാഷ് ചന്ദ്രബോസും കൂട്ടരും നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനം, നൂറുകണക്കിന് കഥകൾ, ആയിരക്കണക്കിന് മഹാപുരുഷന്മാർ സ്വന്തം ജീവൻ സമർപ്പിച്ച്
മലയാളിയായ ചെമ്പകരാമൻ പിള്ള എത്ര പേര് അറിയും? ആ ചെമ്പകരാമൻ പിള്ളയുടെ ഒക്കെ ചരിത്രം പറയാൻ തുടങ്ങി എപ്പോഴൊന്നും തീരില്ല. അങ്ങനെ എത്രയോ പേർ ജീവൻ കൊടുത്ത് നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷെ അതൊരു കേവലം ഒരു 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 ഗാന്ധി നെഹ്റു ഒരു 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 ഫോക്കസിലേക്ക് അല്ലെങ്കിൽ ആ കൂട്ടുകെട്ടിലേക്ക് അതിനെ ഒതുക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് സമർത്ഥമായിട്ട് നെഹ്റുവിന് വേണ്ടി ആ വിടുപണി ചെയ്തത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്. ലോകം കാലം ഇത് രണ്ടും ഒരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കില്ല. ഈ രണ്ടുപേരും അവരുടെ ഇന്നത്തെ ഒരു രൂപമാണ് ഈ ലെഫ്റ്റ് ജിഹാദി ലിബറൽ ടീം. അവരാണ് ഈ VB ഗ്രാം യോജന എന്ന് പറയുന്ന ഗ്രാമീൺ എന്ന് പറയുന്ന ആ പദ്ധതിയുടെ പേര് VBG റാം ആക്കി ഇല്ലാത്തൊരു രാമനെ അവിടെ കുത്തിക്കയറ്റി തിരികെ കയറ്റി ഗാന്ധിയെ കൊന്നു രാമനെ പ്രതിഷ്ഠിച്ചു എന്ന നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത്തരക്കാരാണ്. ഇത് കേരളം തിരിച്ചറിയും. ഇത് കേരളം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ ആപത്താണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ, വ്യാജ നരേറ്റീവ്സ്, ആഖ്യാനങ്ങൾ, ഇതിലെല്ലാം വിശ്വസിച്ച് നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകും. അവർ നമ്മുടെ ദേശീയതയ്ക്കും നമ്മുടെ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും പരമാധികാരത്തിനും ഒക്കെ എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ രാജ്യത്തിന്റെ ആ കെട്ടുറപ്പിനെ, ഈ രാജ്യത്തിന്റെ ആ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന ആ മഹാസങ്കല്പത്തെ, ആ ഭാവനയെ ഒക്കെ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തെ ഒക്കെ നശിപ്പിക്കാൻ അവർ ശ്രമിക്കും. നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ തന്നെ കുട്ടികൾ വാളെടുക്കുന്ന ദിവസം വിദൂരമല്ല. ഇത്തരത്തിലുള്ള തെറ്റായ വ്യാജ വാർത്തകളിലൂടെ അവരെ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന മഹാപാപികളാക്കി മാറ്റുന്ന ഒരു ഗൂഢശക്തി നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. അങ്ങനെ ഒന്നുണ്ട്. അവർ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണ്, ഒരു സംശയവുമില്ല. അവരാണ് ഈ രാഷ്ട്രത്തെ നശിപ്പിക്കുന്നത്, ഈ രാജ്യത്തെ പൗരന്മാരെ വഴിതെറ്റിക്കുന്നത് അവരാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ തെറ്റായ വഴിക്ക് പോകാതിരിക്കാൻ, തെറ്റായ വാർത്തകൾ വിശ്വസിക്കാതിരിക്കാൻ, അവരെ കേവല യുക്തിയോടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കടമ. ഇത്തരം കുത്തിത്തിരിപ്പുകളുടെ പുറകെ, ഇത്തരം വ്യാജ വാർത്തകളുടെ വസ്തുതകളെ മറച്ചു വെക്കുന്ന ഇത്തരം നരേറ്റീവുകൾക്ക് പിന്നാലെ പോകാതിരിക്കാൻ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു.